കാലവർഷം തുടങ്ങിയതോടെ തീരദേശവാസികളുടെ ദുരിതവും ആരംഭിച്ചിരിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് കൊച്ചിയിലെ തീരദേശ മേഖലകളായ ചെല്ലാനം, കണ്ടക്കടവ്, മാനാശ്ശേരി ഭാഗങ്ങളിൽ കടൽ വെള്ളം ഇരച്ചുകയറി അനവധി വീടുകൾ വെള്ളത്തിലായി. കടൽ ഭിത്തി മറികടന്ന് വെള്ളത്തോടൊപ്പം മണലും വീടുകളിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. ഇതോടെ തങ്ങളുടെ വീടും ജീവിതവും കടലെടുക്കുമോ എന്ന ഭീതിയിലാണ് തീരദേശത്തെ ജനങ്ങൾ. ഈ കല്ലിടിഞ്ഞിട്ട് 3 വർഷമായി. ഈ എല്ലാ വർഷവും ഇങ്ങനെ നിങ്ങൾക്ക് 1 ലക്ഷം എന്ന് പറഞ്ഞ് പാസ്സാക്കി പോണതല്ലാണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം മാത്രമേ എമർജൻസി ആയിട്ട് ഒരു 10,000 രൂപ തന്നിട്ടുണ്ട്. വീടിപ്പോൾ ഉപയോഗശൂന്യമാണ്, എല്ലായിടവും പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളമാണ് അകത്തൊക്കെ. വീടുകളിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കാനുള്ള മണൽത്തിട്ട് നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഇത് താൽക്കാലിക പരിഹാരം മാത്രമാണെന്നും പുലിമുട്ടും കടൽ ഭിത്തിയും നിർമ്മിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ എന്നും തീരദേശവാസികൾ പറയുന്നു. ഈ ശക്തമായി തിരമാലകളെ തടുക്കാൻ ഈ മൺകൂനൊക്കെ കഴിയുമോ? അപ്പോൾ ഇതിൻ്റെ ശാശ്വതമായൊരു പരിഹാര മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലിമുട്ടിടുക, സീവാൾ ശക്തിപ്പെടുത്തുക. ഇത് തീരദേശവാസികളുടെ പതിറ്റാണ്ടുകൾ ഉള്ള ആവശ്യങ്ങളാണ്. ഉച്ച കഴിഞ്ഞുള്ള സമയത്താണ് കടൽക്ഷോഭം രൂക്ഷമാകുന്നത്. കടലാക്രമണം കനത്തതോടെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. മീഡിയ 1 കൊച്ചി.